എന്ത് കണ്ടാലും കളിയാക്കുകയും വിമർശനം ചെയ്യുന്നവർ അത് അവരുടെ ഒരു നമ്മൾ എന്ത് ചെയ്താലും വിമർശിക്കും. ആ ഒരു ഒറ്റ റീല് ഞങ്ങളുടെ തലവര തന്നെ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. മാരി മീ സുനിൽ ഇതിനൊന്ന് മലയാളത്തിൽ പറഞ്ഞാണ്. എന്നെ കല്യാണം കഴിക്കുമ്പോ സുനിലേ, എന്നെ കല്യാണം കഴിക്കുമ്പോ സുനിലേ. കേട്ടല്ല നിങ്ങളെ മോള് പറഞ്ഞത്. ഞാൻ ഏത് ഡ്രസ് ഇടണം, എങ്ങനെ ഒരുങ്ങണം, അതെല്ലാം ഇവരാ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമുള്ളതിനെ പറയാം, അത് കൊള്ളൂല. നിങ്ങളാണ് പേരൻസ്. നടക്കണം. ഈ ഗേൾസ് എന്ന് പറയുന്ന കാണാപ്പാടം പഠിക്കും, നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ ഒരു സിനിമയിലൊക്കെ കേറിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പോലീസ് വേഷമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പോലീസ് വേഷം ചെയ്യാൻ ആഗ്രഹമില്ല. എങ്ങനെ ഇരുന്നാലും പോലീസുകാരന് അത് മനസ്സിലാവും. ഇവര് പറയുന്ന എവരെ കാലം കഴിഞ്ഞിട്ട് ആ ചാനല് നമുക്ക് തരും. സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇപ്പൊ ചാനലേ എടുത്തോളാം. എവിടെ പോയാലും ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, വന്ന് സെൽഫി എടുക്കുന്നുണ്ട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് കേൾക്കുമ്പോ ഒരു സന്തോഷം. വാഗൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അത്. പിന്നെ വേറൊരു കാര്യം, രണ്ടുപേർക്കും അത്യാവശ്യം നല്ലോണം ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടാലും മനസ്സിലാകത്തില്ലല്ലോ. ഹിന്ദിയിലങ്ങ് തുടങ്ങും. ബാക്കി റെസ്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ആളുകളാണ്. സംസാരം അതാണ് നമ്മുടെ മെയിൻ. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹലോ ആൻഡ് വെൽക്കം ടു മൂവൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് കപ്പയും കാന്താരിയും ഫാമിലിയാണ്. വെൽക്കം. ചേച്ചി, ശ്രീകുമാരേട്ടൻ, ശ്രീകുട്ടി, ശ്രീഹരി അല്ലെ, ഫുൾ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് എല്ലാവരും മറ്റേ വായിക്ക് റെസ്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ആളുകളാണ്. സംസാരം അതാണ് നമ്മുടെ മെയിൻ. കൂട്ടത്തില് ഇച്ചിരി ഒന്ന് ഒതുങ്ങുന്നത് ഇവരാണെന്ന് തോന്നല്ലേ? അത് ആളുള്ളോണ്ടാണോ അതോ? ഇവൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതെ, ഫോം ആവണം. അതെ. ശ്രീകുട്ടി അത് തന്നെ, എല്ലാവരും അത് തന്നെ. ഒന്നും വെച്ചോ, കണ്ണ് തട്ടാതിരിക്കട്ടെ നിങ്ങളുടെ ഫാമിലിക്ക്. അപ്പം ചേച്ചി, അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് കോവിഡ് ടൈമില് അല്ലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അന്ന് പ്രതീക്ഷിച്ചിരുന്നോ നമ്മള് ഇത് നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ട് ആവും? ഒരിക്കലും ഇല്ല. അതായത് എന്താ പറയാ, നമ്മളൊരു ജസ്റ്റ് ഫോർ ഫൺ, ഒരു തമാശക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് പിന്നെ അതിപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടത് മാറുകയാണ് ചെയ്തത്. ഒരിക്കലും നമ്മൾ ഈ ഒരു ഇതിൽ വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല, യാദൃശികമായിട്ട് വന്നു കിട്ടും. അതെ. നിങ്ങൾക്ക് എങ്ങനെയാ സ്കൂളിലൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ടീച്ചേഴ്സിന്റെയും ഭയങ്കര സപ്പോർട്ടാണ്? അതെ. ഫ്രണ്ട്സ് ഒക്കെയോ? ഇവരുടെ ഫാൻസ് ആണ് മെയിൻ ആയിട്ട്. ആണ്. അച്ഛനാണോ അമ്മയ്ക്കാണോ ഫാൻസ് കൂടുതൽ? രണ്ടുപേർക്കും ഒരുപോലെ. ഏറ്റവും ടീച്ചേഴ്സ് ഒക്കെ ഇതേപോലെ പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോ എങ്ങനെ? വീഡിയോയുടെ കാര്യമാണ് കൂടുതൽ പറയില്ല, കുറിച്ചാണ് ചോദിക്കുന്നത്. അതെ. പഠിക്കാൻ എങ്ങനെയുണ്ട് രണ്ടാളും? കുഴപ്പമില്ല, രണ്ടുപേരും. അതിൽ ഞങ്ങൾ ലക്കാണ്. നമുക്ക് കാര്യം രണ്ടാളും അവരുടെ കാര്യങ്ങൾ നമ്മളൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യങ്ങൾ അവരെ എണീക്കുകയും പഠിക്കുകയും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല ഒരു കണ്ടന്റ് അറിയാലോ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഷൂട്ടിന്റെ കാര്യം നമ്മൾ തൽക്കാലം നല്ല ബിസി തന്നെ ആയിരിക്കും. അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്, എല്ലാം ചെയ്തോളൂ. നമുക്കൊരു കുഴപ്പമില്ല. ചേച്ചി, ചേട്ടൻ പണ്ട് മുതലേ മറ്റേ കാക്കിക്കുള്ളിലെ കലാകാരനായിരുന്നു? ആദ്യമൊന്നും പറഞ്ഞില്ല, പിന്നീട് ഈ ടിക്ടോക്ക് ആ ടൈമിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ പാട്ടൊക്കെ പാടുവരുന്നത്. ചെറിയ ചെറിയ പിന്നെ കുഴപ്പമില്ല, കോളേജിലൊക്കെ ചെയ്യാറുണ്ട്. അതായത് എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി കലാപ്രവർത്തനം ആദ്യം സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്തിന് മുൻപ് തന്നെ സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു. മിമിക്രി, മിമിക്സ് പരേഡ്, പിന്നെ നമ്മൾ പണ്ട് ഈ ഉത്സവ പറമ്പിലൊക്കെ മാട്ടപ്പരിപാടി കളിക്കാൻ പോകുമായിരുന്നു. അതായത് ഈ വലിയ വലിയ പ്രോഗ്രാം ഇല്ലേ, വലിയ വലിയ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒരു ഗ്യാപ്പ് വരുമല്ലോ. ആ ഒരു ഇന്റർവെൽ സമയത്ത് മാട്ടപ്പരിപാടി കളിക്കും. ഞങ്ങൾ കുറച്ചേര് പോയിട്ട് മിമിക്രി, പാട്ട്, ഡാൻസ്, അപ്പൊ അതിനവര് ചെറിയ പൈസയൊക്കെ തരും നമുക്ക്. അങ്ങനെ ഞാൻ പോകുമായിരുന്നു. പിന്നെ കോളേജ് പഠനകാലത്ത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മിമിക്രി
ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സ്റ്റേജിലൊക്കെ പരിപാടി കളിക്കാൻ പോകുമായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ കലാപ്രതിഭയായിരുന്നു 3-4 വർഷം. അപ്പൊ കലാപ്രവർത്തനമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പോലീസുകാരനായത്? അതെ, ഞാൻ ആക്ച്വലി കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ അറിയാലോ നമുക്കൊരു ജോലി എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു 98-99 കാലഘട്ടത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ജോലി നമുക്ക് കിട്ടും, കയറാൻ പറ്റും. അങ്ങനെ ഞാൻ CRPയിൽ പോയി. 19 വയസ്സിൽ തന്നെ CRP പോയി. പിന്നെ സർവീസ് ചെയ്തു. അത് കഴിഞ്ഞ് 10 വർഷം സർവീസ് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരത്തിയെ കല്യാണം കഴിക്കുന്നത്. അതെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഗുജറാത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഫാമിലി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വർഷത്തില് 1 വർഷം 2 മാസത്തെ ലീവ് അല്ലേ കിട്ടുള്ളൂ. അപ്പൊ ആ സമയം പിന്നെ നമുക്ക് അതെ എല്ലാവരും ഒരു ഫാമിലി ആകുമ്പോ ഒന്നിച്ച് നിക്കണം. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ലാസ്റ്റ് ഒരു 5 വർഷം ഒന്നിച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരിക്കലും നമ്മൾ ഈ ഒരു ഇത് വരുന്ന എനിക്ക് തോന്നുന്നു. എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒത്തു കിട്ടിയത് ഇങ്ങനെ ഒരാളെ? അതാണ് എന്താ പറയാ ഒരു ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുള്ളിക്കാരത്തി ഡാൻസ് കാര്യങ്ങളൊക്കെ അതെ അതാ പറഞ്ഞത്. അങ്ങനെ കറക്റ്റ് ഒരേപോലത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നടക്കില്ല. കാര്യം എന്ന് പറയാൻ എന്താ പറയാ, ഞാൻ നമ്മളൊരു പഴഞ്ചൊല്ലി പറയും പോലെ തലയെ പിടിക്കുമ്പം നമ്മൾ കാലി പിടിക്കണമെന്ന് പറഞ്ഞ കണക്ക് ഞാനൊരു സാധനം പറയുമ്പം നമ്മളൊരു കണ്ടന്റ് പറയുമ്പോൾ ഒരു സാധനം പറയുമ്പോൾ പുള്ളിക്കാരത്തി എന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഐഡിയാസ് തരാറുണ്ട്. എനിക്ക് മക്കളും തരാറുണ്ട്. പിള്ളേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അവരാണ് ഏറ്റവും കൂടുതൽ കൗണ്ടേഴ്സ് ഇട്ട് തരുന്നത്. ഇവര് രണ്ടാളുമാണോ? ഇവരാണോ കണ്ടറിന്റെ ഉസ്താദാണ്. ചെയ്യപ്പം പറഞ്ഞു കൊടുക്കും. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേരൻസിനെയും കിട്ടിയല്ലേ? ഇവര് കൂടുതൽ ഫ്രണ്ട്ലി ആണ് നമ്മുടെ അടുത്ത്, ഇങ്ങനെ സ്ട്രിക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാം പറയാം. അങ്ങനെ ഭയങ്കര അച്ഛൻ മക്കള് ഭയങ്കര പണ്ടത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ. എല്ലാവരും പിള്ളേരൊക്കെ ചിലപ്പോൾ വിചാരിക്കത്തില്ല അച്ഛൻ പോലീസ് ആയതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ മേ ബി പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒന്നിച്ച് നിന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കോവിഡ് വന്നു, എല്ലാം ലോക്കായി. നമ്മളെപ്പോഴും ക്വാർട്ടേഴ്സിൽ ഒന്നിച്ചുണ്ട്. പിന്നെ നമ്മൾ മസിൽ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രണ്ട്സായി. ഇപ്പോഴും അങ്ങനെയാണ്. അത് ഒരു ടീനേജേഴ്സ് ആണല്ലോ രണ്ടുപേരും ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ഫ്രണ്ട്സിന് തന്നെ മേ ബി പലർക്കും വീട്ടില് ചിലപ്പോ അത്രയും ഒരു ഫ്രീഡം അല്ലേ പേരൻസിനോട് ഉണ്ടാവത്തില്ല. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ഡിഫറൻസ് ഇപ്പം നമുക്കിപ്പം എക്സാമിന് മാർക്ക് കിട്ടിയാലും ഇപ്പൊ സ്ട്രിക്റ്റ് ആണെങ്കിൽ നമുക്ക് അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കിട്ടിയവര് കൂളാണ്, അടുത്ത വർഷം പിടിക്കാൻ ഉള്ളത് അങ്ങനെ ഒരു മൈൻഡ്. സപ്പോർട്ട് ചെയ്യും. പറ്റും അടുത്ത പ്രാവശ്യം നല്ലോണം വാങ്ങിക്കണം, സപ്പോർട്ട് ചെയ്യും. പിന്നെ ഭയങ്കര കോമഡിയാണ്, ഭയങ്കര ഫണ്ണായിട്ട്. അതെ. കൂട്ടത്തിൽ ആരാ മൂത്തത്? പെട്ടെന്ന് കൈ ഞാൻ വന്ന് ഇത് ചോദിച്ചപ്പോഴത്തേക്കേ പെട്ടെന്ന് ഞാൻ 9-ലാണെന്ന് വേണ്ട. എന്താണ് ഈ മൂത്തതാന്ന് പറയുന്നത്? ഒരു ഭാരമാണോ അതോ ഒരു ഭാരമാണോ അതൊരു? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കളിയൊക്കെ ഉണ്ട്. കുറച്ച് ചേട്ടൻ ചെമ്മയിലും ഉണ്ട്. അടി കൂടാറുണ്ട് രണ്ടെണ്ണം. തർക്കങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അടിയും കൈ വെക്കുന്ന പരിപാടി അങ്ങനൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അത്. വേറൊരു കാര്യം, രണ്ടുപേർക്കും അത്യാവശ്യം നല്ലോണം ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും കേട്ടാലും മനസ്സിലാവത്തില്ലല്ലോ. ഹിന്ദിയിൽ അങ്ങ് മനസ്സിലാവത്തില്ലല്ലോ. അതല്ല, നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. പുള്ളിക്കാരത്തേക്ക് വലിയ നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. അപ്പൊ ചേച്ചിനെ പഠിക്കാൻ ഇവര് 3 പേരും കൂടെ ആക്ഷനിൽ മനസ്സിലാവും. ആക്ഷൻ പിടിക്കും. അതൊക്കെ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കി ഫെയിലായ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇവര് ആ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് വഴക്ക് ഇവര് ആ ഒരു മീഡിയയിലിട്ട് അങ്ങ് മാറ്റും. ആ സമയത്ത് ഒന്നും മനസ്സിലാവത്തില്ല. അറ്റ് ലാസ്റ്റ് ആരാ ഇടപെടേണ്ടത്? ഇടയ്ക്ക് ഞാൻ ചെന്ന് വലിയ ഇതായപ്പോഴും പിന്നെ ഞാൻ ചെന്ന് 2 പേരും
എന്നാലും ഈ ഒച്ചത്തില് സംസാരിക്കപ്പോഴേ അപ്പൊ ഞാൻ വഴക്ക് പറയും. അതെ. എന്നാലും പോരാളി സോൾവ് ആയിക്കോളും. സോൾവ് ആയിക്കോളും അത്. കുഴപ്പമില്ല. ഈ നമ്മുടെ പേജിന്റെ ഈ കപ്പയും കാന്താരിയും പേരിടാൻ എന്താ കാരണം? ഇവൻ തന്നെ അത് നീയാ? ഷെടാ. അതെന്താ അങ്ങനെ ഒരു പേരിടാനുള്ള? ചുമ്മാ ഇങ്ങനെ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു ഏത് പേര് വേണം. അപ്പൊ ഇങ്ങനെ ഈ ഉപ്പും മുളകും എന്നൊക്കെ ഒരു രീതിയിലാണ് അങ്ങനെ ഒരു കോംബോ രീതി പിടിക്കാന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു. കപ്പ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മളാ കോവിഡ് സമയത്ത് ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്കിലാണ് സംഭവം നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ടിക്ടോക്ക് പിന്നെ അതൊക്കെ ബാനായി. അതിനുശേഷം പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല പേര് വേണം, കാരണം സംതിങ് വെറൈറ്റി വേണം എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോഴാണ് മക്കളോട് പറയുന്നത് നിങ്ങൾ തപ്പ്, ഒരു പേര് തപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ. അയ്യോ, ഈ പേരിട്ടപ്പോ നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് തോന്നുന്നൊരു മൂന്നാം 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ. അത് അന്ന് അറിഞ്ഞിട്ട പേര്, പക്ഷെ ഒരു ലക്കായി. അതങ്ങ് പക്ഷെ ചാനൽ തുടങ്ങിച്ചതേ ഉള്ളൂ ഫസ്റ്റ്. അതെ അതെ. സപ്പോർട്ട് ഒന്നും ഇവിടായി ഫസ്റ്റ് ടൈം ടിക്ടോക്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു കഥയാണ്. അതൊരു വലിയൊരു കഥ. ഞങ്ങള് ക്വാർട്ടേഴ്സിന്റെ അടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു, മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, ഇടുക്കിയിലുള്ളവർ. അവര് ഈ പറഞ്ഞ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ടിക്ടോക്കിൽ. അപ്പൊ നമുക്ക് ആ സമയം വരെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പൊ അവരിങ്ങനെ ടിക്ടോക്കിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് കണ്ടിട്ട് മോള് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, ഞാൻ പിന്നെ സർവീസുമായിട്ട് നമുക്ക് നന്നായിട്ട് കളിക്കുന്നില്ലേ, അപ്പൊ അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് അറിയാലോ ഡാൻസ്, അപ്പൊ എന്തുകൊണ്ട് അമ്മ കളിക്കുന്നില്ല, അപ്പൊ ഞാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. നോക്കട്ടെ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് വെച്ച് ചെയ്യാം. ഞാൻ ചെയ്യത്തില്ല, നിങ്ങൾ ചെയ്യണം, കാരണം എനിക്ക് സർവീസിന്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും എനിക്ക് ഒരുപാട് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. അങ്ങനെ പുള്ളിക്കാരൻ നീ തുടങ്ങി ചെയ്ത് തോന്നുന്നു. ഇവർ രണ്ടുപേരുമാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ആയത്. പിന്നെ പതുക്കെ വൈറലായി തുടങ്ങിയപ്പോഴത്തേക്കും കുറെ നല്ല രീതിയിൽ ഓടാൻ തുടങ്ങിയപ്പോ പതുക്കെ എല്ലാവരും വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 2021 ഞാൻ VRS എടുത്ത് പോന്നു, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പോന്നു. അതിനുശേഷമാണ് വീട്ടിൽ വന്ന ശേഷം അപ്പോഴും നമുക്ക് ഇതൊരു ഇതായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ആ വന്ന സമയത്താണ് പിന്നെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്തായിരുന്നു ഇതൊരു കരിയർ ആയിട്ട് ചെയ്യാന്നുള്ളൊരു ഇത് വന്നത്. ചേട്ടനാണെങ്കിലും കലാപ്രതിഭയൊക്കെ ആയിരുന്നല്ലോ, ചേച്ചിയാണെങ്കിലും ഇപ്പൊ ഡാൻസ് അല്ല. നിങ്ങൾക്ക് രണ്ടാൾക്ക് സത്യം പറഞ്ഞാ ഈ പറഞ്ഞ പോലെ ഒന്ന് എന്താ നമ്മളെ കുറച്ച് പേര് അറിയണം, അതായത് ഇപ്പൊ സിനിമയോ സീരിയലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു രീതിയിൽ നമ്മൾ ഫേമസ് ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതിലേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം എന്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ മൈൻഡിലില്ല. കാരണം അറിയാലോ നമ്മളൊക്കെ, കാരണം ഞാനൊരു സർവീസിലിരുന്ന ആളായതുകൊണ്ട് ഇനി പെൻഷനായൊക്കെ വന്നു. അപ്പൊ ഇനി അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള നമുക്ക് ഒരിക്കലും നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നെങ്കിലും ഈ ജനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം ജനങ്ങൾ നമ്മൾ ആ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മനസ്സിലേ? അപ്പൊ ഞങ്ങള് എന്താ പറയാ, ഞങ്ങളുടേതായ ഒരു സാധാരണക്കാരന്റെ രീതിയിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഞങ്ങൾ കണ്ടന്റ് ചെയ്യാറുള്ളത്. ഈ അമ്മൂമ്മേനെ വരെ പിടിച്ചിരുത്തിയ വീഡിയോ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഈ വീഡിയോ ഒക്കെ ചെയ്തപ്പോ ഇപ്പൊ ഒരു സിനിമയിലൊക്കെ കയറിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതെ, പോലീസ് വേഷമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പോലീസ് വേഷം ചെയ്യാൻ ആഗ്രഹമില്ല, ഒരിക്കലും ഇല്ല. ഇനി യൂണിഫോം അങ്ങനെ ഒരു സംഭവത്തിലിട്ട് എനിക്ക്. പക്ഷെ എങ്ങനെ ഇരുന്നാലും പോലീസുകാരന് അത് മനസ്സിലാവും. ആറ്റിറ്റ്യൂഡ് കാണുമ്പോ മനസ്സിലാവും. എങ്ങനെ ഏത് വഴി പോയാലും നമുക്കൊരു അതിന്റെ ഗുഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 19ാമത്തെ വയസ്സിൽ യൂണിഫോം ഇട്ട് തുടങ്ങിയ ആളാണ്. അപ്പം 19 വയസ്സിലൊക്കെ നമ്മളൊരു യൂണിഫോം ഇടുമ്പം നമുക്ക് അന്നൊക്കെ ഒരു ഇതല്ലേ, ഒരു ഫാന്റസി അല്ലേ നമുക്ക്. യൂണിഫോം എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫാന്റസിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു മനസ്സിൽ അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഇങ്ങനെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു യൂണിഫോം ഇട്ടപ്പോഴും ഇപ്പോഴും അതിന് നമ്മുടെ മൈൻഡിൽ ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ് എപ്പോഴും. പോലീസുകാർക്ക് ഇങ്ങനെ അനുഗ്രഹിച്ച് കിട്ടുന്ന കട്ടിമീശ. ഇത് ആക്ച്വലി കട്ടിമീശ എനിക്ക് തോന്നുന്നു ഞാൻ പെൻഷൻ ആവുന്നേരം ഇത്തിരി കൂടെ കട്ടി കുറവായിരുന്നു തോന്നുന്നു. ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കട്ടമീശ. അങ്ങനെ കട്ടമീശ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളം കട്ടമീശ വെച്ചു. അമ്മേടെ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട്
ആദ്യം പറഞ്ഞ, ആ, കുഴപ്പമില്ല അപ്പഴത്തേക്ക്. എന്നും രാവിലെ പിടിച്ച് വെട്ടലായിരുന്നു പരിപാടി. അതെന്തുവാ? മീശയും അച്ഛന്റെ ഹെയർ സ്റ്റൈലും എല്ലാം അമ്മയാണ് തീരുമാനിക്കുന്നത്. ഓ, ആദ്യമാണെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത പോലെ അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു. ഇപ്പൊ എന്താ പറയാ, പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മള് കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സർവീസ് ഇരിക്കുമ്പോൾ ഒരു 5 വർഷമാണ് പിന്നെ കൂടെ നിന്നിട്ടുള്ള. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ നമ്മള് ഞാനിവിടെയും പുള്ളി അവിടെ അല്ല, ഞാൻ അവിടെ പുള്ളി ഇവിടെയല്ലേ. അതുകൊണ്ട് എന്താ പറയാ, നമ്മള് എന്നും അടുത്ത് കാണുന്നതും ഇടയ്ക്കിടയ്ക്ക് കാണുന്നതും തമ്മിലൊരു വ്യത്യാസം കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതത്തില് നമ്മള് കുറച്ച് സമയം കൂടെ ഇരുന്ന് ഇപ്പം കൂടെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ള ഇതാണ് നമുക്ക് ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും സമ്മതിച്ചു കൊടുക്കും, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. അതെ, ബ്ലഷ് ചെയ്യുന്നു ഇവിടെ ഇരുന്നിട്ടൊക്കെ. അടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒന്നാതെ ആൾക്കാർ പറയുന്നത് നമ്മൾ വീഡിയോയിൽ ഭയങ്കര അടിയാണ്, അടിച്ച് റെഡിയാക്കുന്നൊക്കെ ആൾക്കാർ. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ പോലെ റീലില് ഭയങ്കര ഒട്ടിയിരിക്കുന്നവരും മുട്ടനടി അല്ല, റിയൽ ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അതെ, അപ്പൊ ഇവിടെ വന്ന് നിങ്ങളെ കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ ലൈക്ക് ഒരു ഹാപ്പി ഫാമിലി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങക്ക് ഇതേപോലെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഈ പറയുന്ന പോലെ? ഉണ്ട്. എന്തോ എന്തുവാ ഇവര് പറയുന്ന എവരെ കാലം കഴിഞ്ഞിട്ട് ആ ചാനല് നമുക്ക് തരും. സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഇപ്പൊ ഒരു ചാനല് ചാനലേ എടുത്തോളാം. 150K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ നിസ്സാര കാര്യമാണോ? അത് തന്നെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറാം. അതെ, മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അതന്നെ, കൈമാറി പൊക്കോട്ടെ. ഇഷ്ടമുണ്ടോ അതേപോലെ സിനിമ ഒക്കെ? ഇഷ്ടമുണ്ട്. ഉണ്ട്. മീൻസ് പാഷനും അല്ല, എനിക്ക് ഇപ്പൊ ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ അത് രണ്ടും, പ്രൊഫഷനും പാഷനും രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. അവള് ഡാൻസർ ആണ്. അതെ, ഞാൻ വന്നപ്പോഴേ ചോദിച്ചില്ലേ ഹെയർ കെയർ ഒക്കെ അല്ലേ? നിനക്ക് ഇഷ്ടമുണ്ടോ? എനിക്ക് ഇഷ്ടമാണ് ഇതുപോലെ. ഞാൻ പക്ഷെ എനിക്ക് കൂടുതൽ സിവിൽ IPS ഓഫീസർ അങ്ങനെയാണ് താല്പര്യം. UPSC എക്സാം ക്രാക്ക് ചെയ്യാൻ. അതിലൊക്കെയാണ് പുള്ളിക്കാരി, ആ ട്രാക്കിലാണ് പുള്ളി. ഒരാള് ഡോക്ടർ, അതന്നെ. ഒരാള് പുള്ളിക്കാരത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞ നടക്കുക 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെയുള്ള. കാരണം എന്താണെന്നറിയോ, പുള്ളി KV-യിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നോർത്ത് ഇന്ത്യൻസാ കൂടുതൽ ടീച്ചർമാരായിട്ടുള്ള. അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റേ ഡിഫറെന്റ് ആയിട്ട്. പക്ഷെ അച്ഛന് ഇഷ്ടമില്ല, എനിക്കിഷ്ടമല്ല യൂണിഫോം ഇഷ്ടമല്ല. യൂണിഫോം ഡ്യൂട്ടി. കാരണം ഞാനത് ചെയ്തോണ്ട് മക്കൾ അതിലോട്ട് പോണതോട്ട് എനിക്ക് നമുക്കറിയാലോ അതിന്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പൊ ഏതൊരച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും മക്കള് അത്ര ഒരു ഡ്രസ്സിലോട്ട് അങ്ങനെ ഒരു ഇതിലോട്ട് പോകരുത് എന്ന് തന്നെ ചിന്തിക്കും. പിന്നെ നല്ലൊരു ഫ്രീഡം ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അവനത് അത് ഇത്രയും വർഷം 9ാം ക്ലാസ്സിലായിട്ട് മാറിയിട്ടില്ലല്ലോ. അതെ, ആ റൂട്ടിലൂടെ തന്നെ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ വീഡിയോസ് ഒക്കെ എടുക്കുന്നതേ, അപ്പൊ ഡെയിലി വീഡിയോസ് എടുക്കും? അപ്പൊ ഇതിന്റെ ഇതൊക്കെ എപ്പോഴാണ് എഴുതുന്നത്? ആരാ എഴുതുന്നത് മെയിൻലി? ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി. അതായത് ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മള് ഇപ്പം സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൽ നിന്ന് പല സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ത്രെഡ് നമുക്ക് കിട്ടും. ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നിരീക്ഷിക്കും അല്ലേ? ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴും നമ്മൾ അവരെ ശ്രദ്ധിക്കും, അവരെന്താണ് സംസാരിക്കുന്നത്. ഒരു ത്രെഡ് നമുക്ക് എന്തായിരുന്നു ഒരു സ്പാർക്ക് കിട്ടും അതിനകത്ത്. നമ്മള് പറയുന്നില്ലേ ഇപ്പൊ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത്, അതെന്തുകൊണ്ട്? അതാണ് നമ്മള് ഇപ്പം ആരെ കിട്ടിയാലും ഞങ്ങൾ സംസാരിക്കും, ആരുടെത്തായിരുന്നാലും ഞങ്ങൾ സംസാരിക്കും, അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കും. അപ്പൊ അവര് തിരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓരോ ത്രെഡ് കിട്ടും. അപ്പൊ ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് രാത്രി ഇരുന്നിട്ട് ഞങ്ങൾ പിറ്റന്നത്തെ എന്തായാലും ഒരു 3-4-5 റീല് ഞങ്ങൾ ഒരു ദിവസം എടുക്കും. അപ്പൊ ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടെ നോക്കാനായിട്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? അവര് നല്ല സപ്പോർട്ട്. ഇവരിപ്പം ശരിക്കും ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പറകില് വെച്ച് കാണും. നമ്മളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. അതെ, അവരായിട്ട് തന്നെ അവരുടെ പഠിത്തം ബ്രേക്ക് വരുമ്പോ എടുക്കാന്ന് പറയും അങ്ങോട്ട്. ഇനിയിപ്പൊ നീറ്റ് അതിന്റെ ഒരു ഇതിലോട്ട് പുള്ളി പോകുന്നുണ്ട്, സമയം കിട്ടത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ അവരെ ഇൻവോൾവ് ആക്കാത്തൊരു ഇതിലാണ് നമ്മള് തന്നെ ചെയ്യാന്നുള്ളത്.
ഇപ്പൊ നിങ്ങൾ എന്തായാലും നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നാണ് എടുക്കുന്നത്. പൊതുവേ ട്രിവാൻഡ്രംകാരെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രംകാരുടെ സ്ലാങ് വെച്ചിട്ട് ഒരു കളിയാക്കലുകളുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ ചേട്ടാ ട്രിവാൻഡ്രംകാരുടെ സ്ലാങ്. അല്ലല്ലോ. അപ്പൊ എന്താ ട്രിവാൻഡ്രംകാരെ വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോ ദേഷ്യം വരാറുണ്ടോ? ഇല്ല, ഒരിക്കലും നമ്മൾ ആ ഒരു സ്ലാങ് പിടിക്കാറുണ്ട്. ഇപ്പൊ പറയും പോലെ അല്ലല്ലോ വീഡിയോയിലും. വീഡിയോസിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിപ്പോ ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ആ ഒരു സ്ലാഗ് പറയുന്നത് നമ്മുടെ ഒരു തിരുവനന്തപുരംകാരുടെ ഒരു ട്രേഡ് മാർക്ക്. കളിയാക്കിക്കൊണ്ടല്ലോ ചെയ്യുന്നത്. ചില ആളുകൾ കളിയാക്കൂല്ലോ ഈ ഭാഷ ഇങ്ങനെ മോശമാക്കുക. അതൊക്കെ അത് അത് അങ്ങനെ ഇപ്പൊ കളിയാക്കുന്നവര് ഇപ്പൊ അത് ഭാഷയെന്നല്ല, ചിലപ്പം ഈ പറഞ്ഞ മാതിരി എന്ത് കണ്ടാലും കളിയാക്കുകയും വിമർശനം ചെയ്യുന്നവര് അത് അവരുടെ ഒരു, നമ്മൾ എന്ത് ചെയ്താലും വിമർശിക്കും. പിന്നെ നമ്മളൊരു എന്തിപ്പം ഞങ്ങളെ വീഡിയോസിൽ ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്, പിന്നെ സപ്പോർട്ട് വരാറുണ്ട്. അത് ഇപ്പൊ എന്തിപ്പോ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ വിമർശനങ്ങളും പോസിറ്റീവും നെഗറ്റീവും നമ്മൾ എടുത്ത് വിമർശനങ്ങൾ വരാറുള്ളത് കൂടുതൽ എന്തിനായിരിക്കും? വിമർശനങ്ങൾ വരാറുള്ളത് കൂടുതലായിട്ട് വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയണേ നമ്മുടേതായിട്ട് ഇപ്പൊ ഒരു ഭയങ്കര ഒരു സംഭവമല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഭയങ്കര ഹൈഫൈ ലെവലിലുള്ള കണ്ടന്റുകളല്ല ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണക്കാര് ഒരു വീട്ടിൽ നടക്കുന്നത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിപ്പോ നമ്മുടെ ഈ പറഞ്ഞ സാധാരണക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കാണുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അവർ പറയും, അവർക്ക് ചിലപ്പോ നിങ്ങൾ അത് പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. ഞങ്ങള് പിന്നെ അത് വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. ഒത്തിരി അടിക്കുന്നു. വീഡിയോ ആണെന്നവർക്ക് അറിയില്ല. വീഡിയോ ആണ് അവര് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ചേച്ചിയായിട്ടാ ഫീൽ ചെയ്തത്. ഉറപ്പായിട്ടുമാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മള് എന്തായിരുന്നാലും ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതെ, ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ. കോവിഡ് തുടങ്ങിയിട്ടാണെങ്കിലും പോകുന്നത് കുറച്ച് പേരല്ലേ ഉള്ളൂ. നമ്മളെ മൈൻഡ് നല്ലതാണെങ്കിലല്ലേ നമുക്ക് വീഡിയോ മറ്റുള്ളവർ ചിരിപ്പിക്കണ്ടേ. അതൊരു വലിയൊരു നമ്മുടെ മൈൻഡ് നന്നായിട്ടിരുന്നാൽ നമ്മളെ മൈൻഡ് നന്നായിട്ടേ നമുക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാം. ഒരു കുടുംബം കൊണ്ടുപോകുന്ന അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് ടീനേജേഴ്സിനെ നോക്കുമ്പോ എല്ലാവരും പറയല്ലോ, ടീനേജേഴ്സ് അവരുടെ ഒരു 11-12 വയസ്സൊക്കെ മുതല് ശ്രദ്ധിക്കണം. അതൊക്കെ ശരിക്കും പറഞ്ഞാല് എങ്ങനെ ഉണ്ടായിരുന്നു ആ ടീനേജേഴ്സിന്റെ പേരന്റിങ് ഒക്കെ നോക്കുവാണെങ്കിൽ? എല്ലാത്തിലും ഒരു കണ്ണ് കാണും. ഇവിടെ അങ്ങോട്ടാണ്, നമ്മൾ അങ്ങോട്ട് ഒന്നും പറയാൻ പറ്റൂല. എന്നെ ഇങ്ങോട്ട് തിരിച്ചു പഠിപ്പിക്കും. പുള്ളിയുടെ A to Z എങ്ങനത്തെ ഡ്രസ് ഇടണം, എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം, പിന്നെ ഞാൻ ഏത് ഡ്രസ് ഇടണം, എങ്ങനെ ഒരുങ്ങണം, അതെല്ലാം ഇവരാ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമുള്ളതിനെ പറയാം, അത് കൊള്ളൂല. ഞാനും കൊറേ എടുക്കണത് ഇവരാണ്. ഇവരെ ഇഷ്ടത്തിന് എടുത്ത് തരുള്ളൂ. അത് ഇട്ടാ മതി. അങ്ങനെ ഹെയർ സ്റ്റൈലിൽ അമ്മ അങ്ങനെ. നിങ്ങളാണ് പേരൻസ്. സാധാരണ ഇവിടെ പാരന്റ്സ് അല്ലേ രാവിലെ മക്കളെ വിളിക്കുന്നത്, ഇവിടെ തിരിച്ച് അങ്ങോട്ട് വിളിക്കണം. അവര് ടയർഡ് ആയിട്ട് എഴുതി 2 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ. ചിലപ്പോ 1-2 മണിയൊക്കെ ആവും. കാരണം എല്ലാം നോക്കിയിട്ടല്ലേ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം നിങ്ങൾ അപ്പൊ വന്ന് വിളിക്കാം, അമ്മ എഴുന്നേറ്റ് നേരായി മതി ഉറങ്ങി. സ്വന്തമായിട്ടൊക്കെ സ്കൂളിലൊക്കെ എഡിറ്റ് പോകും. 3 മണിയാവുമ്പോ എണീക്കും. 3 മണിക്കൊക്കെ എണീക്കും പഠിക്കാൻ വേണ്ടി. എത്ര മണിക്ക് കിടക്കും ഇപ്പൊ? കിടക്കണം ചിലപ്പം 10-10:30, എന്നാലും 11 കൂടുതലും ഞാൻ. അപ്പൊ തനി തന്നെ ചായ ഒക്കെ ഇട്ടിട്ട്, അയ്യോ ഞാൻ അറിയില്ല, ചായ ഇട്ട് കുടിച്ച് പഠിക്കും. അടിപൊളി. നീയോ? അപ്പൊ ചായ കുടിക്കില്ല, അതൊന്നുമില്ല. എത്ര മണിക്കാ മോൻ? എത്ര മണി? പഠിക്കാനുള്ളതൊക്കെ രാത്രി ഇരുന്ന് പഠിക്കണം, അല്ലാതെ രാവിലെ ഉറക്കമൊക്കെ പഠിക്കാറുണ്ടോ? നിനക്ക് ബുദ്ധി കൂടുതലായിട്ട് വായിച്ചോക്കെ അപ്പോഴേ മനസ്സിലാവും. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇവരെ ഈ ഗേൾസ് എന്ന് പറയുന്ന കാണാപ്പാടം പഠിക്കും. നമ്മൾ അങ്ങനെയല്ല. ഞങ്ങളൊന്നും കാണാപ്പാടം പഠിക്കുന്നതല്ല. പറഞ്ഞു കൊടുക്കങ്ങോട്ട്. അത് ഞാൻ കാണാറുണ്ട് കാണാപ്പാടം പഠിക്കുന്നത്. തർക്കം. അടിപൊളി. എല്ലാവരും എന്തായാലും അവരവരുടേതായിട്ട് രീതിയിൽ അങ്ങ് പഠിക്കട്ടെ അല്ലേ? അത്രേ ഉള്ളൂ.
അപ്പൊ പിന്നെ ഇപ്പൊ നമ്മുടെ ഈ കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നത് ആരാ, ചേട്ടനാണോ ചേച്ചിയാണോ അതോ? രണ്ടുപേരും രണ്ടുപേരും പോകും. ഞാനായിരുന്നു അവരെ ഒഫീഷ്യൽ ക്യാമറ, അപ്പൊ എനിക്ക് രണ്ടുപേരും തെറ്റിക്കും. ആ ശരിക്കും അപ്പം നിങ്ങൾ സെൽഫായിട്ടല്ല ഷൂട്ട് ചെയ്തു, ഒരാള് ക്യാമറ വെച്ച്? അല്ല അല്ല ആദ്യം തുടക്കം പക്ഷെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് റീൽ എടുക്കാൻ വേണ്ടിട്ട് ഒരു മാഡം ഉണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഷോർട്സ് മാത്രമാണല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലോങ് വീഡിയോ വേണ്ടാതെ മനഃപൂർവ്വം അത് എന്താണെന്നറിയോ, ഞങ്ങള് നമ്മള് നോക്കിയത് ലോങ് വീഡിയോസ് കൂടെ ചെയ്ത് നോക്കി. പക്ഷെ ഇതിൽ വരുന്നത് പറയാം, നമ്മുടെ ഷോർട്സ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടാതെ, ഇപ്പം ഒരുപാട് ഈ ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ്സായി ഭയങ്കരമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സംഭവങ്ങള് ഒരു 10-15-20 സെക്കൻഡിനുള്ളിൽ സംഭവം കഴിഞ്ഞു, കണ്ടന്റ് കഴിഞ്ഞു, പറയാനുള്ള സംഭവം മനസ്സിലായി, അവർ ചിരിച്ചു, അവിടെ കഴിഞ്ഞു കാര്യം. ഒരുപാട് ഇട്ട് അങ്ങനെ ഞാൻ നോക്കി, ഞാൻ പലയിടത്തും ചോദിച്ചു. അവർ പറയുന്നത് ഇല്ല, നിങ്ങളുടെ ഷോർട്സ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കാണിക്കണ്ട. അതാണ് നമ്മളിപ്പോ നമുക്കൊരു അബദ്ധം പറ്റി, അതിന് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡിൽ കാര്യം പറയുക. അത് കാണുമ്പോൾ മറ്റൊരാൾ കാണുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ അതവര് ചിരിക്കും, ഇത് എനിക്കും പറ്റിയതല്ലേ എന്ന് അവരങ്ങ് ചിരിച്ച് അത് അവിടെ കഴിഞ്ഞു. പിന്നെ അതിനെ കുറിച്ചുള്ള സംഭവങ്ങളില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ ഈ ഷോർട്സ് ആണ്. പേഴ്സണലി ഇതുപോലെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ ഇങ്ങനെ നല്ല അല്ലേ? ഒരുപാട് വിളിക്കാറുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞങ്ങൾ ഏത് ഓഡിയൻസാ കൂടുതല്? ഫാമിലി ഓഡിയൻസ്, കൊച്ചു കുഞ്ഞുങ്ങള്, പിന്നെ വയസ്സായ അമ്മമാർക്ക്, ഏജഡ് ആയിട്ടുള്ള ആൾക്കാർ, കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നല്ല ഒത്തിരി ഫാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വിളിക്കാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. പുറത്തൊക്കെ ഇറങ്ങുമ്പോ തിരിച്ചറിയാ ഒരുപാട്. അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഓഡിയൻസ്. കാരണം ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഫാമിലി ആയിട്ട് ഇരുന്ന് എല്ലാവർക്കും കാണാം. അതിൽ പിന്നെ വേറെ ഒരു കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് മക്കളായിട്ടും അമ്മമാർക്കും എല്ലാവരും ഇരുന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫാമിലി ഓഡിയൻസ് അവർ മക്കളായിട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഞങ്ങൾക്ക് ഇന്നിപ്പോ തന്നെ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് ഭയങ്കര, എവിടെ പോയാലും ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, വന്ന് സെൽഫി എടുക്കുന്നുണ്ട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതെ, ഇപ്പൊ ഈ ലൈക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആയതിനു ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, ഞങ്ങള് എന്താ പറയാന്, ഇപ്പൊ ഞങ്ങള് എന്താ പറയാ, നമ്മളിപ്പോ ഒരു 2-3 വർഷത്തിന് മുമ്പ് നമ്മളിപ്പോ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ നമ്മൾ ആരും തിരിച്ചറിയുന്നൊന്നുമില്ല. ഇപ്പോഴതല്ല സ്ഥിതി. ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോൾ, കാരണം ഞാൻ ചില സമയത്ത് ഞങ്ങൾ റോഡിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വണ്ടിയിൽ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരും. നമ്മളെ കണ്ടോണ്ടേ തിരിച്ചു വന്ന് വണ്ടി അയ്യോ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ അവിടെ വെച്ച് വഴക്ക് കൂടുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ ഒരു അപ്പൊ നമുക്ക് കാരണം അതൊരു 3-4 വർഷത്തിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എൻ്റയർലി നമ്മുടെ ലൈഫിലൊരു നല്ലൊരു ചേഞ്ചിങ്ങും വലിയതായിട്ടുള്ള നല്ലൊരു മാറ്റവും എന്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാൻ, ഈ ഒരു ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം അല്ല, നമ്മുടെ ഒരു കഴിവ്. അതെ, ബമ്പർച്ചിരിയിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ സ്കിറ്റ് ചെയ്തു, മക്കളും ചെയ്തു. പിന്നെ വിളിക്കുന്നുണ്ട്, മറ്റേ ഇതിൽ ഐറ്റം വേറയിൽ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സമയക്കുറവിന്റെ ഒരു ഇത് കൊണ്ട് പോകാൻ പറ്റാതെ പോണം. ഈ ബമ്പർച്ചിരിയിലായാലും ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ നമ്മള് ഫോണിൽ എടുക്കുന്ന പോലെ അല്ലല്ലോ, സ്റ്റേജിൽ കയറി നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ, അതിന് ചുറ്റിലും ഇഷ്ടംപോലെ ക്യാമറാസും ഒക്കെ അല്ലേ, ലൈറ്റ് ഭയങ്കര, അതൊരു ഫ്ലോറ്, അതൊരു വേറൊരു ഫീല്. അത് നമ്മള് ലൈഫ് നമ്മൾ അങ്ങനെ കളിക്കണം. അത് ലൈഫിൽ ആ ടൈമിൽ നമ്മൾ ലൈഫ് താഴായിട്ട് കളിക്കണം. ഇതിലിപ്പോ നമുക്ക് ഒരുപാട് ടേക്കും കട്ടും ചെയ്ത് കഴിയുമ്പോ ഒരു കോൺഫിഡൻസ് കൂടും അല്ലേ, ഭയങ്കര കോൺഫിഡൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര അവിടെ എന്ത് കിട്ടുന്നു എന്ത് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷയമല്ല, നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അത് നമ്മുടെ അസറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു നിങ്ങൾ ആ 2020 വീഡിയോസ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞത് തന്നെ എടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പായിട്ടും ഞങ്ങള് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, നമ്മളിതൊരു കരിയർ ആയിട്ടോ നമ്മുടെ ഒരു സംഭവമായിട്ടോ ചെയ്യാൻ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല. പിന്നെ അയൽവക്കാര് ചെയ്യപ്പോ ഇപ്പുറത്തെ അയൽവക്കാർക്ക് കുശുമ്പാർന്നതല്ലേ, അത് അവിടെ വെച്ച് തുടങ്ങിയതാണ്. അയ്യോ അങ്ങനെയല്ല, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പുറത്തെ ചെയ്യുമ്പോഴത്തേക്കോ ക്യാമ്പിലുള്ളവര് അമ്മയ്ക്ക് അങ്ങനെ കഴിവുണ്ടായിട്ട് അമ്മ ഇങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊരു കോമ്പറ്റീഷൻ നല്ലതല്ലേ എപ്പോഴും, അതുകൊണ്ടാണല്ലോ അല്ലെ ഒരാൾ നല്ലതായിട്ടുള്ള കോമ്പറ്റീഷൻ ചെയ്യുക. ഇതിപ്പോ മറ്റുള്ളവരാ നല്ല സാധനങ്ങൾ നമ്മൾ ചെയ്യുക, അതാണ് നമ്മൾ. അല്ലാതെ നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്യണമെന്നില്ല, അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുക്കുക ലൈഫിൽ, അത്രേ ഉള്ളൂ.
നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി ട്രിപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ? ഞങ്ങള് ആക്ച്വലി ഒരുപാട് അങ്ങനെ ഫാമിലി ട്രിപ്പ് ആക്ച്വലി നമുക്ക് ഇതുവരെ അതിനുള്ള സംഭവം കിട്ടിയിട്ടില്ല. ടൈം കുറവാണ്. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ, കാരണം സോഷ്യൽ മീഡിയ അറിയാലോ, നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കണം. നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ പോയി അതാണ് സോഷ്യൽ മീഡിയ പോവും. അപ്പൊ നമുക്ക് നമ്മളെ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു കുറച്ച് എനിക്ക് ഞങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയായിരുന്നാലും ഒരു 4-5 ഷോർട്സ് നമുക്ക് ഡെയിലി ചെയ്യണം. കാരണം 3 പ്ലാറ്റ്ഫോമിലും നമുക്ക് റീൽസ് പോകണം. അപ്പൊ ഒരു 4-5 ഷോർട്സ് നമുക്ക് ഡെയിലി ചെയ്യണം. അപ്പം പിന്നെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഇനി ഈ പറഞ്ഞ മാതിരി വെക്കേഷൻ ടൈം ഒക്കെ ആവുമ്പോഴും നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് അവിടെ ഇവരില്ലാണ്ട് ചേട്ടൻ എത്ര വർഷം നിന്നിട്ടുണ്ടായി? ഇവരില്ലാണ്ടെന്ന് പറയുമ്പോ ഞാന് 19 വയസ്സിൽ കയറി. അത് കഴിഞ്ഞ് 10 വർഷം സർവീസ് കഴിഞ്ഞാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത്. അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 വർഷം ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചെന്നായിരുന്നു. അതെ, ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കണ്ട ഞാനായിരുന്നു കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കടുംപിടുത്തം. ആദ്യം പഠിച്ച് വേണ്ട ചിലപ്പോ. പക്ഷെ വേറൊരു കാര്യം, നമ്മളത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻ കൂടെ നമുക്ക് ക്രിയേറ്റ് ആവും. ആ ഫാമിലി വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയാലേ അത് പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ ലാസ്റ്റ് ഭാഗ്യത്തിന് ലാസ്റ്റ് ഒരു 5 വർഷം എനിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കിട്ടി. അപ്പം വന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ പോസ്റ്റിംഗ് ആയി പോകുന്ന സമയത്ത് തന്നെ ക്വാർട്ടേഴ്സ് എല്ലാം അലൗഡ് ആയി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തായിരുന്നാലും ലാസ്റ്റ് ഇനിയിപ്പം എന്തായിരുന്നാലും ഒരു 5 വർഷം കൂടെ ചെയ്ത് വരിക എന്നുള്ളത് നമ്മള് അതെ 5 വർഷം എന്തായിരുന്നാലും ഒന്നിച്ച് നിൽക്കാന്നുള്ള. പിന്നെ വരെ കൊണ്ടുപോയി 5 വർഷം പിള്ളേർക്കായാലും എന്തായാലും അവിടെ നിന്നുകൊണ്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റി. പിന്നെ ഹിന്ദി നന്നായിട്ട് അതെ ഒരിക്കലും ഞങ്ങൾ അറിയത്തില്ല. കാരണം ഇത് സ്റ്റാർട്ടിങ് അതാണല്ലോ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇതൊരു ചെയ്ത വീഡിയോസിന്റെ കൂട്ടത്തില് ഏറ്റവും വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാ? ഏറ്റവും വ്യൂസ് ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്രേം ക്യാരക്ടർ മെമ്പർ സരള ഞങ്ങൾ തന്നെ ഇറക്കിയ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സംഭവം കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അത് വെച്ചാൽ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മില്യൺ വ്യൂസ് നമുക്ക് മെമ്പർ സരളയുടെ എല്ലാ വീഡിയോസും അതെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മെസ്സേജ് അയക്കാറുണ്ടോ? ഒത്തിരി ഈ ഇലക്ഷൻ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ തോറ്റു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വെച്ചത്. ഇപ്പൊ പുള്ളി തോറ്റു നിൽക്കുക, മെമ്പർ അല്ല, ഒരു വോട്ടിന് തോറ്റു. അത് വെച്ചിട്ട് 2-3 കണ്ടന്റ് വന്നു കഴിഞ്ഞു. പിന്നെ അതിനൊക്കെ കണ്ടിന്യൂറ്റി ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വരും. പിന്നെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ലിപ്സിംഗ് ആയിരുന്നു. ഞങ്ങള് ഒരു എനിക്കൊന്ന് കോമഡി സ്റ്റാറിലെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ എടുത്ത് ലിപ്സിംഗ് ചെയ്തു. ഞാനിങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ വഴക്കൂടുന്നതും എന്നെ പിടിച്ചു ഞാൻ ഒരു കൊക്കയെന്ന് താഴെ പോകുന്നു അതുപോലെയൊക്കെ അതിൽ ഫീൽ ചെയ്യുന്നു. പക്ഷെ അതല്ല സംഭവം. പക്ഷെ അത് ഞങ്ങൾക്ക് അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എനിക്കൊരു 100 മില്യന്റെ മുകളിൽ പോയത് യൂട്യൂബിനകത്ത്. 100 മില്യന്റെ മുകളിൽ ഇപ്പോഴും അത് റണ്ണിങ് ആണ്. 100 മില്യന്റെ മുകളിൽ പോയി ആ വീഡിയോ. ആ ഒരൊറ്റ വീഡിയോ തന്നെയാണ് ഞങ്ങളുടെ യൂട്യൂബെല്ലാം ഞങ്ങൾക്ക് മോണിറ്റൈസ് ആയി. ഒരൊറ്റ വീഡിയോ ഉണ്ട്. അതിപ്പോഴും നമുക്ക് ഒരു അറിയോ, അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങോട്ട് വരെയാണ്. പെട്ടെന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ കൊക്കയെന്ന് ഇങ്ങനെ പിടിച്ച് തള്ളയാണ്. വീഴാൻ പോകുന്ന അതിൽ മരത്തിൽ കയറി ഞാൻ പിടിക്കും. അപ്പൊ എല്ലാരും വിചാരിച്ചു കൊക്കയ്ക്കകത്ത് പോയി എന്നൊക്കെ എന്നുള്ളൊരു എങ്ങനെ ധൈര്യം വന്ന് തള്ളാൻ എന്നുള്ള ഒരു ഇതായി. പക്ഷെ അത് കാണുന്നവർക്ക് നന്നായിട്ട് തന്നെ എല്ലാരും ശരിക്കും വിചാരിച്ചത് ഭയങ്കര കുഴിയാണ്. പക്ഷെ അത് ഭയങ്കര കുഴിയൊന്നും അല്ല. അടിപൊളി. ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ക്യാമറയുടെ ആംഗിളിന്റെ ഗുണം അത്രയും പേര് തെറ്റിദ്ധരിച്ചത്. അത് പിറ്റേന്ന് പരീക്ഷയായിരുന്നു. ഭയങ്കര കയ്യും കാലും പിടിച്ച് വന്നെടുത്ത വീഡിയോ. അത് ഇപ്പോഴും നമുക്ക് ഓർമ്മയില്ല. സാധാരണ പിള്ളേര് ഫോൺ എടുക്കുമ്പോ പരീക്ഷയെ പോയി പഠിക്കണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞായിരുന്നു എല്ലായിടത്തും എന്നെ പഠിക്കാനും സമ്മതിക്കൂല. പക്ഷെ ആ ഒരു ഒറ്റ റീല് ഞങ്ങളുടെ തലവര തന്നെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പൊ ഇവനിത്തിരി ചാട കാണുമല്ലോ അതിപ്പോഴും പറയും. ആണോ? ഞാൻ എടുക്കുന്ന വീഡിയോസിനെല്ലാം ഒരു ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പുള്ളിക്ക് സമയമില്ലാത്തോണ്ട് സാധാരണ ഇന്റർവ്യൂവിന് ഇവൻ കാണൂല. രാവിലെ വന്നതുകൊണ്ട് അതെ ഈ സമയത്തായതുകൊണ്ട് പിന്നെ KV ആയതുകൊണ്ട് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. സൺഡേ മാത്രമേ ക്ലാസ് ഇല്ലാതുള്ളൂ.
അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ മറ്റേ ഈ ഒരു സമയത്താണെങ്കിലും അല്ലെ ഇരുട്ടി, അപ്പൊ ഈ ഒരു സമയത്തായാലും ഇത്രയും നേരം ഈ ശ്രീഹരിയെയും കിട്ടി, എല്ലാവരെയും കിട്ടി, 4 പേരുമായിട്ട് ഒന്നിച്ച് ഇത്ര നേരം സംസാരിക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പം ഞങ്ങളും അങ്ങോട്ട് പറയാണ്, നല്ല രീതിയിൽ എന്താണ് നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്ന് ഞങ്ങളെ ഒരു ഇന്റർവ്യൂ ചെയ്തതിൽ ഞങ്ങളും ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.